ഇത് കമ്മി താനയ്യ. പെൺകുട്ടിയെ ഭ്രാന്തമായിട്ട് തരാതല്ലേ പറഞ്ഞത്. അത് നിന്നെ കൊണ്ട് സാധിച്ചില്ല. സേട്ട് പറയുന്ന കണക്ക് നീ അങ്ങ് കേട്ടാ മതി. അയ്യാ കൊഞ്ചം കൂടെ. സേട്ടുമായിട്ട് നീ ഇന്നും ഇന്നലും തുടങ്ങിയ കച്ചവടമല്ലല്ലോ. അടുത്ത കച്ചവടത്തിന്റെ ലാഭം നീ എടുത്തു. തൽക്കാലം ഇത് മതി, മനസ്സിലായ? சரிங்கய்யா, கொஞ்சம் வெயிட் பண்ணுங்க, அவ ரெடி ஆகுது. അവളെ സൗന്ദര്യ മത്സരത്തിനൊന്നുമല്ല കൊണ്ടുവന്നത്. നീ വരാൻ പറ, ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാം. அம்மா, அங்க போய் வேற ஆளுகளை எல்லாம் பார்க்கும்போது என்ன மறந்து போகுமா? மறக்காத கண்ணே. அம்மாவுக்கு உங்களை தடையான் பറ്റാது, அதான் விட்டு கொடுக்குது. இல்லைன்னா 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 என்ன பண்ணுவேன்? ஏய், கொஞ்சம் பணம் கிடைச்சது, செலவுக்கு காசு தகையில, ஆனாலும் தொலைஞ்சு போட்டு நாசம். வேகமா அவளோட பொருள் எல்லாம் எடுத்து வை, அவருங்க வெயிட் பண்ணுது. சீக்கிரம் வாடி. വെറുതെ കുറുമ്പ് കാണിക്കല്ലേ, ഇതങ്ങോട്ട് പിടിച്ച്. പിടിക്കാനല്ലേ ഞാൻ കൊണ്ടുപോകില്ല. എന്താ ഇവിടെ ഇത് കണ്ട മുത്തശ്ശി, ഇയാൾ ഈ സാധനങ്ങളൊക്കെ എന്നെ കെട്ടി ഏൽപ്പിച്ച് ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറയാ. ഈ സാധനങ്ങളല്ല ഉച്ചക്കുള്ള ഊണ്, അങ്ങനെ വേണം പറയാൻ. അത് നല്ലതല്ലേടാ. അല്ലെങ്കിൽ തന്നെ ഓഫീസിലെ കാര്യങ്ങൾക്ക് പോയാൽ നീ കൃത്യസമയത്ത് ഒന്നും കഴിക്കില്ല. വരുമ്പോ ചോദിച്ച എന്താ പറയാ? പറ്റിയൊരു കട കണ്ടില്ലമ്മേ, കണ്ട സ്ഥലത്ത് നല്ല ഭക്ഷണമല്ല. ഇതിപ്പോ യാതൊരു സംശയമില്ലല്ലോ. അത് പിന്നെ മോൾ എന്ത് ചെയ്താലും അമ്മയും മുത്തശ്ശിയും ഇവളുടെ പക്ഷത്തിൽ നിൽക്കൂ. ഈടാ മരക്കഴുതേ, ഭർത്താവ് ഓഫീസിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ചിരിക്കാതെ മുഖം കയറ്റി പിടിച്ചു നിൽക്കുന്ന പെണ്ണുങ്ങൾ ഒരുപാടുണ്ട്. അവിടെ ചിരിയോടെ മുന്നിലെത്തുന്ന ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം റെഡിയാക്കി അത് നിന്നെ ഏൽപ്പിക്കാൻ നിൽക്കുന്ന രാധിക മോളെ തൊഴുകയാ വേണ്ടത്. എന്നാ പിന്നെ ആയിക്കോട്ടെ, അടിയൻ തൊഴുതിരിക്കുന്നു. തൊഴുന്നത് വാങ്ങിച്ചോണ്ട് പോകുന്നൊക്കെ കൊള്ളാം. കൃത്യസമയത്ത് കഴിച്ചിട്ട് എന്നെ വിളിക്കണം. ഇന്ന് മുതലൊന്ന് നേരെയാക്കാൻ പറ്റുമോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ശരി ശരി, വാ മുത്തശ്ശി. അമ്മേ, വരുണിന്റെ ജീവിതത്തിന് ഇപ്പോഴാ ഒരു താളം ഉണ്ടായത്, അല്ലേ പത്മിനി? അതെ അമ്മേ, ഇപ്പൊ ഏത് നിമിഷവും അവന്റെ മുഖത്ത് പറ്റാത്തൊരു ചിരിയുണ്ട്. അതവന്റെ മനസ്സ് നിറഞ്ഞിട്ട് തന്നെയാണ്. പത്മിനി, കുറച്ച് കറങ്ങി തിരിഞ്ഞെങ്കിലും ദൈവം അവനെ കൊണ്ടു ചെന്ന് എത്തിച്ചത് അവളുടെ അടുത്താ. ഒരു വരം കിട്ടിയതുപോലെയാ കണിമംഗലത്തുകാർക്ക് അവളെ കിട്ടിയിരിക്കുന്നത്. അവരുടെ സന്തോഷം എന്നെന്നും നിലനിൽക്കാൻ പ്രാർത്ഥിക്കാം. കുടുംബനാഥേ, പറയൂ. അതെ, കറികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഏത് കറി? അപ്പൊ ഭക്ഷണം കഴിച്ചില്ലേ? ഓ അതെ, ഇവിടെ നല്ല തിരക്കായിരുന്നു. 2-3 വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഓഫീസിൽ ചില തിരക്കുകൾ ഉണ്ടായിപ്പോയി. സത്യം പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഞാനങ്ങ് മറന്നുപോയി. കൊള്ളാം. അതിനാണോ ഞാൻ രാവിലെ തന്നെ ഇത്ര ബുദ്ധിമുട്ടി ഭക്ഷണം ഉണ്ടാക്കി തന്നുവിട്ടത്? എടോ, ഓഫീസിലാവുമ്പോ ഞാൻ അങ്ങനെയാ. ആ ശീലം മാറ്റണമെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നോട് മിണ്ടാൻ വരണ്ട.
താൻ കഴിച്ചോ? വിളിച്ചു ചോദിച്ചിട്ട് വരുൺ കഴിച്ചെങ്കിൽ ഞാൻ കഴിക്കാന്നാ കരുതിയത്. ഇനിയിപ്പൊ ഞാൻ കഴിക്കുന്നില്ല. എടോ, ഞാൻ തന്നുവിട്ട ഭക്ഷണം മറന്നു എന്ന് പറഞ്ഞാല് എന്നെ മറന്നതുപോലെ. അതേ, ഇങ്ങനെയുള്ള നിസ്സാര കാര്യങ്ങൾക്കൊക്കെ പിണങ്ങിയാലോ? ഒരു കാര്യം ചെയ്യ്, താനേ പെട്ടെന്ന് ഓഫീസിലേക്ക് പോ. ഞാനെന്തിനാ അങ്ങോട്ട് വരുന്നേ? എടോ, ഇവിടെ 1-2 കാര്യങ്ങൾ താൻ ഒപ്പിടാനുണ്ട്. എന്ത് കാര്യങ്ങള്? എന്തിനു ഞാൻ ഒപ്പിടുന്നേ? എന്റെ പൊന്നോ, ഞാനേ ഇവിടെ ഓഫീസിൽ നല്ല ചുമതലയായിട്ടിരിക്കുമ്പോഴേ എന്റെ ഭാര്യയ്ക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എടോ, 1-2 പേപ്പേഴ്സിൽ ഒപ്പിടാനാ. ഞാനത് തന്നോട് പറയാൻ മറന്നുപോയതാ. ഇപ്പൊ അത് കൊടുത്തു വിടുകയും വേണം. താനൊന്ന് വേഗം ഇറങ്ങാൻ നോക്ക്. അല്ല, അച്ഛനോടും അമ്മയോടൊക്കെ പറയുമ്പോ അവരെന്ത് കരുതും? എടോ, ഭർത്താവിന്റെ അടുത്തേക്ക് പോകുന്നതിന് അവരെന്ത് കരുതാനാ? മാത്രമല്ല, ഓഫീസിൽ ഒപ്പിടേണ്ടത് ഒരു അത്യാവശ്യ കാര്യമാണ്. വരാൻ പറ്റില്ല എനിക്ക്? ഞാൻ വരാം. അപ്പോഴേക്കും കഴിച്ചേക്കോ? ആദ്യം താനൊന്നും ഇങ്ങോട്ട് വാ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ എന്തും ആലോചിക്കാൻ പറ്റൂ. ഞാൻ ദേ ഇവിടെ വെയിറ്റ് ചെയ്യണേ, പെട്ടെന്ന് വരണം. ശരി. അച്ഛനും അമ്മയും ചോദിക്കുമ്പോ ഇപ്പൊ എന്താ പറയാ?